ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1 kg ചെയ്തെടുത്ത ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ ആയിട്ടാണ് കേട്ടോ. കാണുമ്പോൾ സിമ്പിളായിട്ടൊരു വർക്കാണ്, പക്ഷേ ഈ ഒരു ഡോൾ ചെയ്തെടുക്കേണ്ട പണിയുണ്ട് കേട്ടോ. ഈ ഡോൾ ചെയ്തെടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു ഡോൾ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാനായിട്ട് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ ഒരു 4 kg കേക്ക് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പീസ് കേക്ക് ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തത്. നല്ല തിക്കായിട്ടുള്ള 3 ലെയറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിൽ ലൈറ്റ് പിങ്ക് വെച്ചിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. മുകളിൽ ഷാർപ്പ് എഡ്ജ് കൊടുക്കാതെ കുറച്ചൊന്ന് കർവാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഡോളിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ താഴെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്ത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ബോർഡറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ തന്ന പിക്കിലും ഇതേപോലെ ഒരു ബോർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെയല്ല ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അതുപോലെ ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ വെച്ച് കൊടുത്തു. പോർഷനിൽ മാത്രമാണ് കേട്ടോ 2 ലെയർ കൊടുക്കുന്നത്. പുറകിലേക്ക് ഒരു ലെയറായിട്ടാണ് കൊടുക്കുന്നത്. ഇനി 2 കുഞ്ഞ് ബോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ പേര് എഴുതി വെച്ച് കൊടുക്കുന്നത് ഫോണ്ടൻറ്റിലാണ് കേട്ടോ. ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പേര് ഇതേ മുകളിൽ എഡ്ജിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് ഞാൻ 1 എന്നുള്ളൊരു നമ്പർ ടോപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പുറകുവശം ഭയങ്കര പ്ലെയിനായി കിടക്കുന്നതുകൊണ്ട് 2 ഫോക്സ് ബോൾസ് വെച്ച് കൊടുത്തു കേട്ടോ. പിങ്കും അതുപോലെ ഗോൾഡൻ ഷെയ്ഡിലുള്ളതും വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് അക്രിലിക്കിൻ്റെ ഒരു ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ആ ഒരു ഫോക്സ് ബോൾസൊക്കെ എക്സ്ട്രാ വന്നതാണ് കേട്ടോ. ഞാൻ പ്ലെയിനായി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഫോണ്ടനിൽ ചെയ്തെടുത്ത 1-2 ബട്ടർഫ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1-2 ഷുഗർ ബോൾസും കൂടെ മുകളിലും താഴെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പേരെഴുതി കൊടുത്തതിൽ ഒന്ന് ഗോൾഡൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് അല്ലേ. പക്ഷേ ആ ഒരു ഫോണ്ടൻ ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അതൊഴിച്ച് ബാക്കി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് പീസ് കേക്കുകളുണ്ടായിരുന്നു 4 kg. അപ്പോൾ അത് ഒരു 98 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലും യെല്ലോ ഷെയ്ഡിലൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസും അതുപോലെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തത്. ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ കൂടുതലും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന കേക്ക് ചെറിയൊരു കേക്കും പിന്നെ പീസ് കേക്ക് ആക്കുന്നതാണ് നല്ലത്. ഞാൻ കൂടുതലും ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സ് ഓക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.